ഇന്ന് നമ്മളൊരു ഫ്രണ്ടിൻ്റെ കൂടെ റൂമിലേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് പുറത്ത് പോകാൻ കേട്ടോ. എന്നാൽ ഒരു അവിൽ മിൽക്ക് കുടിച്ചിട്ട് തുടങ്ങാമെന്ന് വിചാരിച്ച് നമ്മൾ കോട്ടയ്ക്കൽ അവിൽ മിൽക്കിലെത്തി. അങ്ങനെ അവിൽ മിൽക്കിന് വെയിറ്റ് ചെയ്ത് അവരുടെ ഇനാഗ്രേഷൻ വീഡിയോസൊക്കെ കിട്ടി നമ്മളവിടെ ഇരുന്നിട്ടോ. അപ്പോൾ നമ്മുടെ അവിൽ മിൽക്ക് എത്തി. അടിപൊളിയായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അവിൽ മിൽക്കിന്. അങ്ങനെ അതൊക്കെ കുടിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ ഇനി പോകുന്നത് നമ്മൾ സാധനം വാങ്ങാൻ വേണ്ടി. അങ്ങനെ അവിടെ ചെന്ന് നമ്മളെടുത്തൊരു വണ്ടി. പിന്നെ നമ്മുടെ റൂമിലേക്ക് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതുമായ സാധനങ്ങളൊക്കെ ഞങ്ങൾ പെറുക്കിയെടുത്തു. അവിടെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ എല്ലാം നമുക്ക് ആവശ്യമുള്ളതായിരിക്കും. അതും വേണം ഇതും വേണം എല്ലാം വേണം. അപ്പോഴാണ് ഈ വേദനിപ്പിക്കുന്ന കാഴ്ച ഞാൻ കണ്ടത്. എന്തായാലും ഏത് സമയം മയ്യത്താവാൻ വേണ്ടി കാത്തു കിടക്കുകയാണ്. അങ്ങനെ നമ്മുടെ പർച്ചേസിങ്ങും ബില്ലിങ്ങും ഒക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ പുറത്തേക്ക് പോവാണ്. അങ്ങനെ പുറത്തെത്തി നമ്മുടെ സാധനങ്ങളൊക്കെ നമ്മൾ ഡിക്കിയിലേക്കാക്കി ഇനി നേരെ വണ്ടിയിൽ കയറി നമ്മൾ പോവാണ്. ഇനി പോകുന്നതാണ് നമ്മുടെ മെയിൻ സ്പോട്ട്, അതായത് എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് സ്പോട്ട്. അങ്ങനെ നമ്മളിവിടെ എത്തിയിട്ടോ. ഇതാ ആ മീനിൽ തിളങ്ങുന്ന ബോർഡ് ഉണ്ടോ, അത് തന്നെയാണ് നമ്മുടെ സ്ഥലം. ഇവിടെ എന്താണെന്നല്ലേ, ഇവിടെയാണ് നമ്മുടെ ബബിൾ ടീ. ഇവിടെ ഞാൻ കുറേ തവണ വന്നിട്ടുണ്ട്, ബബിൾ ടീ കുടിച്ചിട്ടുണ്ട്. എന്നാലും ഞാൻ എപ്പോൾ വന്നാലും ഓരോ ഫ്ലേവർ ടേസ്റ്റ് ചെയ്യും. അതിലൊക്കെ സ്പെഷ്യലായിട്ട് സാഫ്രൻ ഇട്ടൊരു ചായ ഉണ്ട്, കിട്ടിലും ടേസ്റ്റാണ് കേട്ടോ അതിന്. പിന്നെ ഞാൻ ബബിൾ ടീ ഉണ്ടാക്കണതൊക്കെ നോക്കി ആ സൈഡിൽ അങ്ങനെ നിൽക്കും. അവർ ചെയ്യുന്നത് കാണാൻ നല്ല രസമാണ് കേട്ടോ. ഞാനെപ്പോഴും അതിൻ്റെ വീഡിയോസൊക്കെ എടുക്കും. ഓരോ തവണ പോകുമ്പോഴും ഓരോ ഫ്ലേവർ ഞാൻ പറയും, അതൊക്കെ ഞാൻ വീഡിയോ എടുക്കുകയും ചെയ്യും. ഇന്ന് നമ്മൾ അവക്കാഡോയും മാംഗോയാണ് കേട്ടോ ടേസ്റ്റ് ചെയ്യുന്നത്. അടിപൊളിയായിരുന്നു കേട്ടോ, രണ്ടും സൂപ്പറായിരുന്നു. അതങ്ങനെ കുടിക്കുമ്പോൾ ഇടയ്ക്ക് ബബിൾസ് കടിക്കാൻ കിട്ടുന്നത് ഒരു രസമാണ് കേട്ടോ. ഇവിടെ ബബിൾ ടീൻ്റെ കുറേ ഫ്ലേവേഴ്സ് ഉണ്ട്. അങ്ങനെ ബബിൾ ടീ ഒക്കെ കുടിച്ച് ഇനി നേരെ റൂമിലേക്ക് പോകാമെന്നുള്ള വിചാരത്തിലാണ് വണ്ടിയിൽ കയറിയത്. ബട്ട് അപ്പം എല്ലാവർക്കും ഒരു തോന്നലായിരുന്നു, പിന്നെ എന്തെങ്കിലും ചെറുതായിട്ട് കഴിച്ചിട്ട് നമുക്ക് റൂമിലേക്ക് പോകാം. അങ്ങനെ ഞങ്ങളൊരു ഹോട്ടലിൽ കയറിയിട്ടോ. വളരെ ലഘുവായിട്ട് ഒരു കപ്പ് ബിരിയാണി ഓർഡർ ചെയ്ത് ഞങ്ങൾ എല്ലാവരും കൂടി അത് കഴിച്ചിട്ട് നേരെ വണ്ടിയിൽ കയറി റൂമിലേക്ക്.